2 വർഷമായി ഈ വീട്ടിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം 28 വയസ്സുള്ള ആളാണ്. 2 വർഷമായിട്ട് ഇവിടെ ഈ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ ഇതിൽ പിതാവിന് എതിർപ്പുണ്ടായിരുന്നു എന്നാണ്. ഇന്നലെ രാത്രി വഴക്കുണ്ടായി എന്നുള്ള സൂചനയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് തുടർച്ചയായിട്ട് തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ച് ഈ യുവതിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരിക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എൻ്റെ സ്വന്തം നാട് ആലപ്പുഴയിൽ ഇന്ന് വലിയ ഒരു ക്രൂരകൃത്യം നടന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ ഒരു കൃത്യത്തെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു. എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എൻ്റെ ഈ ഒരു വീഡിയോ കാണാൻ മക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാർ വരാറുണ്ട് എന്നെനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരിക്കുക. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്ന വാർത്തയുടെ ഒരു ചെറിയ പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഓമനപ്പുഴയിൽ പിതാവ് മകളെ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തി. ഓമനപ്പുഴയിൽ ഏഞ്ചൽ ജാസ്മിനാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ആത്മഹത്യയെന്ന് ആദ്യം കരുതിയ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത്. സംശയത്തിന്റെ പേരിൽ പിതാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു. തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നുവെന്നാണ് മൊഴി. സ്വാഭാവിക മരണമാണെന്നൊക്കെ ഈ പെണ്ണിൻ്റെ അമ്മാവൻ പറഞ്ഞായിരുന്നു. പക്ഷേ നിയമപരമായി പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തത്. കുടുംബപരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ പെണ്ണും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. അതുകൊണ്ട് ആ പെണ്ണ് ഇവിടെയാണ് താമസിക്കുന്നത്. ഈ വീട്ടിൽ അങ്ങനെ തർക്കങ്ങളുള്ളതായിട്ട് അറിയത്തില്ല. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോൾ നമ്മളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണെന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ ഒരു പെൺകുട്ടിയുടെ അമ്മാവൻ വന്നിട്ട് പറഞ്ഞു നോർമൽ ഡെത്താണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വഴിമാറ്റി കളയാൻ നോക്കിയപ്പോഴത്തേക്ക് അല്ല, പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഈ പെൺകുട്ടിയുടെ ഒരു എന്തെങ്കിലും ഒരു ഡൗട്ട് പോലീസുകാർക്ക് വന്നപ്പോൾ നേരെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പോലീസുകാർ അറിയുന്നത്. അവർ ഈ പെൺകുട്ടിയുടെ അച്ഛനെ പിടിച്ച് കുറഞ്ഞപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ആദ്യത്തെ ഒരു കയ്യടി ഈ പഞ്ചായത്ത് മെമ്പറിന് തന്നെയാണ്, പ്രോപ്പറായിട്ട് പോലീസുകാരെ വിളിച്ചതിന്. ഈ അമ്മാവന്റെ കാര്യം പറഞ്ഞല്ലോ, അയാളൊന്ന് വഴിതിരിച്ചു വിടാൻ നോക്കി. ചിലപ്പോൾ അയാൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്ന ഒരാളായിരിക്കില്ല. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാര്യം, ഇവരുടെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞാനത് ഈ ഒരു വീഡിയോയുടെ അവസാനം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഇത്രയും കേട്ടതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ. അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ, ആ പെൺകുട്ടി കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയാണ്. ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് കുറച്ച് അകന്ന് സ്വന്തം വീട്ടിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പുറത്തേക്ക് ആളുകൾ അറിയുന്നില്ലെങ്കിലും സ്വന്തം അച്ഛൻ മകൾ ഇങ്ങനെ വേർപിരിഞ്ഞ് ഭർത്താവുമായിട്ട് പിണങ്ങി ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഏതൊരു അച്ഛനാണെങ്കിലും ഇച്ചിരിയൊക്കെ പൊട്ടുകയും ചീറ്റുകയും ഒക്കെ ചെയ്യും. അത് ഇവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നിരിക്കാം. പുറത്ത് ഒരുപാട് ആളുകൾക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഏതൊരു വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വീട്ടിൽ ഒരു പെങ്കൊച്ച് കല്യാണം കഴിച്ചു പോയി, അവൾ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ ആളുകൾ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡായിട്ട് ചിന്തിച്ച് ഓക്കെ മോക്ക് അവിടെ പ്രശ്നമാണെങ്കിൽ പോകണ്ട എന്ന് പറയും. പക്ഷെ ചില സ്ഥലങ്ങളിൽ അപ്പന്മാർക്ക് കുറച്ചൊക്കെ ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടാകും, ഉറപ്പാണ്. നിനക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, നീ തിരിച്ചു പോ എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ അങ്ങനെയുള്ള വഴക്കുകൾ മാക്സിമം ഉണ്ടാക്കാതിരിക്കുക. അതാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. കാരണം അത് ഒരുപാട് അപ്പന്മാരും അമ്മമാരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. അവരോടാണ് എനിക്ക് പറയുന്നത്, മക്കൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക. കാരണം അവിടെ അവരെന്ത് ഫേസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഇവിടെ എനിക്ക് ഇത്രയും കേട്ടതിനകത്തൊന്നും അങ്ങനെയുള്ള ചെറിയ ഡൗട്ടുകളുണ്ട്. ബാക്കി കേൾക്കൂ, എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം. അതായത് ഇവിടെ ആലപ്പുഴ ഓമനപ്പുഴ ഒരു തീരദേശ ഗ്രാമമാണ്, തീരദേശ പ്രദേശമാണ്, മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്താണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അച്ഛൻ മകളെ തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ഓമനപ്പുഴയിലെ ആറാട്ട് ഈ റോഡ് സൈഡിൽ കാണുന്ന, അതായത് ഇപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇവിടെ പോലീസും അതുപോലെ ബന്ധുക്കളും എല്ലാം ഇരിപ്പുണ്ട്. ഇത് കുടിയാംശ്ശേരി എന്ന് പറയുന്ന വീടാണ്. ഈ വീട്ടിൽ ഏഞ്ചൽ എന്ന് പറയുന്ന കുട്ടി, അതായത് ആൻസി എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്, 28 വയസ്സുകാരിയായ ഏഞ്ചലാണ് കൊല ചെയ്യപ്പെട്ടത്. 2 വർഷമായി ഈ വീട്ടിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം 28 വയസ്സുള്ള ആളാണ്. 2 വർഷമായിട്ട് ഇവിടെ ഈ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ ഇതിൽ പിതാവിന് എതിർപ്പുണ്ടായിരുന്നു എന്നാണ്. കേട്ടല്ലോ നിങ്ങൾ. അല്ല, ഇതിൽ നമുക്ക് ആ ഒരു പിതാവിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ചെയ്ത കൃത്യത്തിന് അദ്ദേഹത്തിനുള്ളത് നമുക്ക് കൊടുക്കാം, അത് വരട്ടെ. അതിനു മുമ്പ് ഈ ഒരു വീട്ടിൽ ഇതിൻ്റെ പേരിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിൽ അദ്ദേഹത്തിനെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ആട്ടി തുപ്പാൻ പറ്റുമോ?
കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ട് സ്വന്തം മകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് ജോലിയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു മാതാപിതാവിന്റെ ഉള്ളിലെ ആ ഒരു നോവ് നമുക്ക് മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തിന് നല്ല സങ്കടം കാണും മോൾ അങ്ങനെ വന്ന് നിൽക്കുന്നതിൽ. അപ്പൊ അതിന്റെ പേരിൽ ചെറിയ ചെറിയ വഴക്കുകൾ, പുറത്തറിഞ്ഞില്ലെങ്കിൽ പോലും ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടാകുക തന്നെ ചെയ്യും. ബാക്കി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ രാത്രിയിൽ തർക്കമുണ്ടായി എന്നുള്ള സൂചനകളുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ്. പിതാവ് ജോസ്മോനെ മണഞ്ചേരി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണെങ്കിൽ ആ ചോദ്യം ചെയ്യേണ്ട വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. എന്നാലും ഇന്നലെ രാത്രി വഴക്കുണ്ടായി എന്നുള്ള സൂചനയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് തുടർച്ചയായിട്ട് തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ച് ഈ യുവതിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ വിവരം പുറത്ത് അറിയുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, നമ്മൾ നേരത്തെ നമ്മളോട് സംസാരിച്ചത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇമ്മാനുവലാണ് സംസാരിച്ചത്. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോൾ കട്ടിലിൽ സൈഡിൽ ഇങ്ങനെ മാറിക്കിടക്കുന്ന നിലയിൽ ആയിരുന്നു. അങ്ങനെയുള്ള മൃതദേഹം വന്ന് നോക്കിയപ്പോൾ തുടർന്ന് ഇത് പോലീസിനെ വിവരം അറിയിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പുറത്തെ വിവരം അറിയുന്നത്. തുടർന്ന് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർമാർക്ക് ചില സംശയങ്ങൾ തോന്നി. കഴുത്തിലേക്ക് എന്തെങ്കിലും മുറിവുള്ളതായിട്ടൊക്കെ അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചതുപോലെയുള്ള സംശയങ്ങൾ തോന്നിയതിനെ തുടർന്ന് ഈ പിതാവ് ജോസ്മോനോട് മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്താനായിട്ട് പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്ന് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് താൻ കൊലപ്പെടുത്തിയതാണ്, തോർത്തുമുറുക്കി കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരം പോലീസിനോട് സമ്മതിക്കുന്നത്. തുടർന്ന് ഇദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം ഇതൊരു തീരദേശ ഗ്രാമമാകുമ്പോൾ പെട്ടെന്ന് ഈ നാട്ടുകാർക്കൊക്കെ വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. അവരാരും പ്രത്യേകിച്ച് രാവിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത്, അതായത് ആലപ്പുഴയിൽ ചിലപ്പോൾ ഇതൊരു പുതിയ സംഭവമായിരിക്കാം, സ്വന്തം അച്ഛൻ മകളെ ഇല്ലാതെയാക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. പല രീതിയിൽ, പല സാഹചര്യങ്ങളിൽ പല അച്ഛന്മാരും ഇവിടെ മക്കളെ കൊന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആലപ്പുഴക്കാർക്ക് നമുക്കിതൊരു പുതിയ അനുഭവം തന്നെയാണ്. ഇവിടെ അങ്ങനെ ഞാൻ നടന്ന് കേട്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, നമ്മൾ കേട്ടിട്ടില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ അച്ഛന് പ്രത്യേകിച്ച് മകളെ ഇല്ലാതെയാക്കാൻ വേറെ ഒരുപാട് വലിയ കാരണങ്ങളൊന്നും ഉണ്ടായി കാണില്ല. മകളുമായി ഇതിൻ്റെ പേരും പറഞ്ഞ് 2 വർഷമായിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. അതിൻ്റെ പേരും പറഞ്ഞ് ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു ദിവസം തന്നെ, തലേദിവസം രാത്രിയിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു സമയത്ത്, ഒരു ദേഷ്യത്തിൽ ചിലപ്പോൾ നീ കാരണം ഞങ്ങൾക്ക് മാനക്കേടാണ്, കുടുംബത്തിന് മാനക്കേടാണ് എന്ന് തോന്നി ചിലപ്പോൾ അച്ഛൻ ചെയ്തതായിരിക്കാം. ഇനിയാണ് നമുക്ക് അച്ഛനോട്, അല്ലെങ്കിൽ ആ അച്ഛനെ പോലുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളുകളോട് പറയാനുള്ളത്. പോയപ്പോൾ ആർക്ക് പോയി? നിങ്ങൾ ബാക്കിയുള്ള കാലം ജയിലിൽ പോയി കിടക്കണം. നിങ്ങളുടെ ഭാര്യ നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ ചോരയിലുണ്ടായ സ്വന്തം കുഞ്ഞ്, അവളും പോയി. നാട്ടുകാരെയും കുടുംബക്കാരെയും തൃപ്തിപ്പെടുത്താൻ പോയതായിരിക്കാം. സ്വന്തം മകൾ ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, നാണക്കേടാണെന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരെയും കുടുംബക്കാരെയും. പോയപ്പോൾ നിങ്ങൾക്കും സ്വന്തം മകൾക്കും പോയി അല്ലേ? അതൊന്ന് ചിന്തിക്കുക. ഇത് ബാക്കിയുള്ള ആളുകൾ കേൾക്കുമ്പോൾ അവരും ഒന്ന് ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. നമ്മുടെയൊക്കെ കുടുംബത്തിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും സംഭവിക്കുക. നാട്ടുകാർ ചിലപ്പോൾ 2 ദിവസം മാറിയെന്ന് കരയും, പക്ഷെ നഷ്ടം എപ്പോഴും നമുക്ക് തന്നെയാണ്. എല്ലാവരുടെയും ജീവിതം ഒരേപോലെ പോകണമെന്നില്ല. ഒരു കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു, നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പം പെട്ടെന്ന് തന്നെ 2 വർഷത്തേക്കാവാം എന്നും പറഞ്ഞ് കരഞ്ഞു കൂവി ഓരോന്ന് ഈ പരിപാടിയൊക്കെ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ നഷ്ടം എനിക്ക് മാത്രമാണ്. അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് അയാളെ ഒരുപാട് അടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്ത് അയാൾ പോയി എന്തെങ്കിലും ചെയ്താലും, ഇല്ലെങ്കിൽ ആ വീട്ടുകാർ ചെയ്താലും ആ വീട്ടുകാർക്കും അയാൾക്കും പോയി ഇല്ലേ? നാട്ടുകാരെന്ന് പറഞ്ഞൊരു സാധനത്തിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് കുടുംബക്കാരെ. ഈ 2 കേസിനെ നോക്കേണ്ട കാര്യമില്ല. ഒരു അച്ഛൻ, അമ്മ, അവരുടെ 2 പെൺമക്കൾ, നിങ്ങളുടെയാണ് കുടുംബം. നിങ്ങളെ നോക്കിയാൽ മതി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആക്കിയാൽ മതി. നാട്ടുകാരെയും കുടുംബക്കാരെയും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല. അതൊന്നും മനസ്സിലാക്കുക. അതിന്നും മനസ്സിലാക്കാത്ത ഒരുപാട് അച്ഛനമ്മമാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു അച്ഛനായിരിക്കാം ഇത്. പുള്ളിയുടെ വേദന എനിക്ക് മനസ്സിലാക്കാം. പുള്ളിയുടെ മകൾ അങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, എല്ലാവരും 2 വർഷമായില്ലേ മോള് നിൽക്കുന്നു, ചോദിക്കും. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് അതിൻ്റെ ഒരു പ്രഷർ ആ പെങ്കൊച്ചിൻ്റെ ദേഹത്ത്, ചിലപ്പോൾ അവൾക്ക് ഏറ്റവും വേസ്റ്റ് ഒരു ലൈഫ് ആയിരിക്കാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടൊരു കല്യാണ ജീവിതം അവൾക്ക് താല്പര്യം കാണില്ല. താല്പര്യമില്ലാത്ത ആളെ നമ്മൾ അത് പറഞ്ഞ് വീണ്ടും കല്യാണം കഴിക്കണം, അങ്ങനെ ചോദിക്കുന്നു ഇങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മളെല്ലാവരും നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. മക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് ഇടപെടുന്നതിന് തെറ്റൊന്നുമില്ല.
പക്ഷെ അടിച്ച് കെട്ടി തൂക്കിയിട്ട് ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിനകത്ത് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ ഡൈവോഴ്സായി വീട്ടിൽ നിൽക്കുക, അടുത്ത കല്യാണം പിന്നെയും തലക്കടിച്ചു കൊടുക്കുന്ന എന്തിനാണിത്? അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. ഒറ്റയ്ക്ക് ജീവിച്ചെന്ന് പറഞ്ഞ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഉണ്ടോ? ചിലപ്പോൾ സന്തോഷത്തോടെയായിരിക്കും ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, മക്കൾ സന്തോഷത്തോടുകൂടി ജീവിച്ചാൽ പോരെ, അതല്ലേ വേണ്ടത്. അല്ലാതെ കല്യാണം കഴിച്ചെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവൂ എന്ന് പറയുന്നതിനോട് എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ച് ജീവിക്കുന്നവർ കാണാം, ചിലപ്പോൾ കല്യാണം കഴിച്ചതിന് ദിവസം സന്തോഷം നഷ്ടമാകുന്ന ഒരുപാട് ആൾക്കാർ കാണാം. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും. ഇതിപ്പോൾ എന്തായാലും നഷ്ടം വന്നപ്പോൾ ആ പെൺകുട്ടിക്കും പോയി, ആ പെൺകുട്ടിയുടെ അച്ഛനും പോയി, പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും വേറൊരു മകളും ഉണ്ട്, അവർക്കും പോയി. ഇല്ലേ? ഒരു കുടുംബത്തിലെ 2 പേരാണ് 2 വഴിക്ക് അങ്ങ് പോയത്, ഒരാൾ മേപ്പോട്ടും ഒരാൾ അകത്തോട്ടും. ആ ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.